പൂനൂരിലെ പുത്തൻ വാദങ്ങൾ ഭാഗം 3. അവേലത്ത് സാദാത്യങ്ങളുടെ ആത്മീയ നേതൃത്വവും മരക്കാർ ഹാജിയെ പോലുള്ള ഉമറാക്കളുടെ സമുദായ ബോധവുമായിരുന്നു പൂനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും മുസ്ലിം സാമൂഹിക അന്തരീക്ഷത്തെ സജീവമാക്കി നിലനിർത്തിയത്. ഈ പരിസരത്തേക്കായിരുന്നു 1950കളിൽ പല വികല ചിന്താധാരകളും കടന്നു വന്നത്. നന്മണ്ട, ബാലുശ്ശേരി ഭാഗങ്ങളിലെയും പൂനൂരിലെയും ഭൂവുടമകളായ ജന്മി കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധങ്ങളിലൂടെയായിരുന്നു ഇത്തരം ആശയങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ പ്രചാരം ലഭിച്ചത്. ഇത്തരം മതപരിഷ്കരണ ആശയങ്ങൾ കടന്നു വന്ന മറ്റു പ്രദേശങ്ങളുടെ സാമൂഹിക സ്വഭാവത്തെക്കുറിച്ചും പഠിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇത്തരക്കാരുമായി സംവാദങ്ങൾ നടത്താൻ പോവേണ്ടി വന്ന നാടുകളെ സംബന്ധിച്ച്. സമാനമായ രീതികളിലൂടെയാണ് മുജാഹിദ് ആശയങ്ങൾ എല്ലാ നാട്ടിലും പ്രചരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പാറ്റേൺ കാണുമ്പോൾ ജന്മിത്വവും ബിദഈ പുത്തൻവാദം ആശയങ്ങളും തമ്മിലുള്ള ഈ ബന്ധം എന്താണെന്ന് ആശ്ചര്യം തോന്നാറുണ്ട്. അപ്പോഴാണ് സാമ്പത്തിക ശുദ്ധിയില്ലായ്മയും ബിദഅത്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മുൻകാല പണ്ഡിതന്മാരുടെ മുന്നറിയിപ്പിൻ്റെ അർത്ഥം മനസ്സിലാവുക. വൈജ്ഞാനിക ചർച്ചകൾ സജീവമാക്കിയാണ് പൂനൂരിലെ സങ്കീർണമായ ഈ മതകീയ അന്തരീക്ഷത്തെ ഉലമാക്കളും ഉമറാക്കളും നേരിട്ടത്. അതിൻ്റെ ഭാഗമായി അക്കാലത്തെ പ്രഗത്ഭമതികളായ ധാരാളം പണ്ഡിതന്മാരെ പൂനൂരിലേക്കും കാന്തപുരത്തേക്കും കൊണ്ടുവന്നിരുന്നു. മുദ്ഹിറുൽ ഇസ്ലാം മദ്രസയുടെ വാർഷിക പൊതുയോഗങ്ങളിലായിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു മതവിജ്ഞാന വേദി. പുഴമാട്ടിലും അവേലത്തെ വയലിലുമായി നടന്ന മദ്രസയുടെ വാർഷികാഘോഷങ്ങളിലും അതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വയലു പരമ്പരകളിലുമായി പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പൂന്താനം എൻ അബ്ദുള്ള മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദ്രൂസ് തങ്ങൾ, ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, CH അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ശുഗപുരം മൗലവി, വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി, OK ഉസ്താദ്, ഹംസ മുസ്ലിയാർ, കുന്നപ്പള്ളി എന്നിങ്ങനെ പ്രഗത്ഭരുടെ ഒരു നിര തന്നെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. പരിപാടി കഴിഞ്ഞാലും 2-3 ദിവസമൊക്കെ ഇവിടെ താമസിച്ചാണ് ഇവരൊക്കെ തിരിച്ചു പോവുക. ആ ദിവസങ്ങളിൽ അവേലത്തെ വീട്ടിൽ പ്രത്യേക ദർസുകൾ ഉണ്ടാകും. സംഘടനാ രംഗത്ത് ദീർഘകാലം എൻ്റെ സഹപ്രവർത്തകനായിരുന്ന പലരെയും ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും ഇവിടെ വെച്ചാണ്. എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി വഴിത്തിരിവുകൾക്ക് കാരണക്കാരനായ അബൂ സഅദാത്ത് അഹമ്മദ് കോയ ഷാലിയാത്തിയെ ആദ്യമായി കണ്ടതും ദർസിൽ പങ്കെടുത്ത് ശിഷ്യത്വം സ്വീകരിക്കുന്നതും മുദ്ഹിറുൽ ഇസ്ലാം മദ്രസയുടെ വാർഷികാഘോഷത്തിന് എത്തിയപ്പോഴാണ്. പതിവ് പോലെ അവേലത്തെ വീട്ടിലായിരുന്നു ഷാലിയാത്തിയുടെയും ദർസ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ആരംഭിച്ച ദർസ് ലുഹർ വരെ നീണ്ടുനിന്നു. പുറത്തുനിന്ന് ധാരാളം പണ്ഡിതന്മാർ ആ ദർസിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. 4 മദ്ഹബുകളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ഷാലിയാത്തിയോട് സംശയങ്ങൾ ചോദിക്കാനും ഇജാസത്തുകൾ വാങ്ങാനുമായിരുന്നു അവരെത്തിയത്. കാന്തപുരത്തെ ദർസ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾക്കവിടെ പ്രത്യേക പരിഗണനയും ലഭിച്ചു. ഇങ്ങനെ ഒരു ഭാഗത്ത് വാദപ്രതിവാദങ്ങൾ, മറ്റൊരു ഭാഗത്ത് തലയെടുപ്പുള്ള പണ്ഡിതന്മാർ നയിച്ച വൈജ്ഞാനിക ചർച്ചകൾ, സജീവമായ പള്ളി ദർസ്, പുറം നാട്ടിലുള്ള മുസ്ലിം പണ്ഡിതന്മാരുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന അവേലത്ത് സാദാത്യങ്ങൾ, ഇവയെല്ലാം കൂടിച്ചേർന്ന ഊഷ്മളമായ അന്തരീക്ഷത്തിലേക്ക് നന്നേ ചെറുപ്പത്തിലേ എത്തിപ്പെടാൻ പറ്റിയതാണ് ഞങ്ങളുടെ തലമുറയുടെ സൗഭാഗ്യം. ഈ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ബാല്യ യൗവനങ്ങൾ ജീവിച്ചത്. ഈ സൗഭാഗ്യത്തിൻ്റെ തണൽ പിൻപറ്റിയായിരുന്നു പിന്നീടുള്ള യാത്ര മുഴുവനും. കാന്തപുരത്തേക്ക്. ചാപ്റ്റർ 9. വാവാട് ദർസിലെ 2 വർഷത്തെ പഠനത്തിനു ശേഷം വീണ്ടും 1954 കാന്തപുരത്തെ ദർസിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നു. കാന്തപുരത്തെ ദർസ് വിപുലപ്പെടുത്തണമെന്നത് അവേലത്തെ തങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് കൊച്ചിൻ അബൂബക്കർ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന KK അബൂബക്കർ ഹസ്രത്തിനെ തങ്ങൾ
തങ്ങൾ തന്നെ മുൻകൈയെടുത്ത് കാന്തപുരത്തേക്ക് മുദരിസായി കൊണ്ടുവന്നത്. കൊച്ചി എടവനക്കാട് സ്വദേശിയായിരുന്ന KK ഹസ്രത്ത് വൈലത്തൂർ ബാക്കിയാത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് കാന്തപുരത്തേക്ക് വന്നത്. വമ്പേനാട്, താനൂർ, വാഴക്കാട്, തളിപ്പറമ്പ്, വെല്ലൂർ തുടങ്ങിയ അക്കാലത്തെ മികച്ച ദർസുകളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കീഴിൽ ദീർഘകാലം പഠിച്ച പണ്ഡിതനായിരുന്നു KK ഹസ്രത്ത്. ഷെയ്ഖ് ആദം ഹസ്രത്ത്, KPA മഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പറവണ്ണ, വെള്ളിയാപ്പുറം സൈതലവി കുട്ടി മുസ്ലിയാർ തുടങ്ങിയവരായിരുന്നു ഗുരുവര്യന്മാർ. കാന്തപുരത്ത് ദർസ് നടത്തുന്നതിനിടയിലാണ് കൂടുതൽ പഠനം നടത്തണമെന്ന ആഗ്രഹം ഉസ്താദ് പ്രകടിപ്പിച്ചത്. അവേലത്ത് തങ്ങളുടെ പ്രോത്സാഹനവും കൂടിയായപ്പോൾ നേരെ ദയൂബന്ദിലേക്ക് പോയി. ഉപരിപഠനം നടത്തുന്നതിന് ഒരു പ്രത്യേക സ്കോളർഷിപ്പ് നൽകിയാണ് അവേലത്ത് തങ്ങൾ ഹസ്രത്തിനെ യാത്രയാക്കിയത്. ദയൂബന്ദിൽ നിന്ന് ബിരുദമെടുത്ത് തിരിച്ചു വന്ന് വീണ്ടും കാന്തപുരത്ത് ദർസ് തുടങ്ങിയപ്പോഴാണ് ഞാൻ KK അബൂബക്കർ ഹസ്രത്തിൻ്റെ KK ഉസ്താദ് ദർസിൽ ചേരുന്നത്. വിദൂര നാട്ടിലേക്ക് പോകുന്നതാണ് പഠനത്തിന് നല്ലതെന്നും KK ഉസ്താദിനെ പോലെ അനുഭവജ്ഞനായ ഒരാളുടെ ദർസിൽ ചേർന്ന് പഠിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്നതായിരുന്നു അവേലത്ത് തങ്ങളുടെ കണക്കുകൂട്ടൽ. അങ്ങനെയാണ് കാന്തപുരത്തേക്കു തന്നെ തിരിച്ചു വന്നാലോ എന്ന് അവേലത്ത് തങ്ങൾ ചോദിച്ചത്. ആവശ്യമറിഞ്ഞ പോക്കർകുട്ടി മുസ്ലിയാർക്കും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ കൂടുതൽ വലിയ ദർസുകൾ ഉണ്ടാകണമെന്ന ആഗ്രഹക്കാരനായിരുന്നു ഉസ്താദ്. എല്ലാ സമ്മതങ്ങളും പൊരുത്തവും നൽകിയാണ് ഞങ്ങളെ യാത്രയാക്കിയത്. ഗുണകാംക്ഷ നിറഞ്ഞ ആ കണക്കുകൂട്ടലുകൾ പിഴക്കില്ലെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. നാട്ടിൽ നിന്നുള്ള 2 വർഷത്തെ മാറി നിൽക്കൽ എന്നത് ആ ചെറിയ പ്രായത്തിൽ വലിയൊരു ഇടവേള തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിൻ്റെ ഒരു സന്തോഷവും മനസ്സിലുണ്ടായിരുന്നു. പോക്കർകുട്ടി ഉസ്താദിൽ നിന്ന് ഓതി തുടങ്ങിയ തഫ്സീറുൽ ജലാലൈനി പൂർത്തിയാക്കിയത് KK ഉസ്താദിൻ്റെ അടുത്ത് നിന്നാണ്. ദയൂബന്ദിൽ നിന്ന് ബാക്കിയാത്തിൽ നിന്നുമായി ഹദീസ് പഠനത്തിൽ വലിയ പ്രാവീണ്യം നേടിയ ഉസ്താദിൻ്റെ അടുത്ത് നിന്നാണ് മിഷ്കാത്ത് ഓതി പൂർത്തിയാക്കിയത്. ഷെയ്ഖ് സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനിയായിരുന്നു KK ഉസ്താദിൻ്റെ ദയൂബന്ദിലെ പ്രധാന ഗുരുനാഥൻ. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് വിഭാഗവുമായി മുസ്ലിം പണ്ഡിതന്മാരെ ബന്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു അഹമ്മദ് മദനി. ഞങ്ങൾ കാന്തപുരത്ത് ഓതാൻ ആരംഭിച്ച വർഷമാണ് അഹമ്മദ് മദനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പത്മഭൂഷൺ ലഭിക്കുന്നത്. KK ഉസ്താദ് അതിൽ നന്നായി സന്തോഷിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വിവിധ മുസ്ലിം വിഭാഗങ്ങൾ എടുത്ത സമീപനങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്തറിഞ്ഞ അഹമ്മദ് മദനിയെപ്പറ്റി ഉസ്താദിൽ നിന്ന് കേട്ട കഥകളിലൂടെയാണ്. മുഖ്തസറിൻ്റെ ആദ്യ ഭാഗം, തസ്രീഹ്, മന്തിഖ് തുടങ്ങിയ കിതാബുകൾ ഓതി തീർത്തതും കാന്തപുരത്ത് ദർസിൽ വെച്ചാണ്. 2 തവണകളിലായി 2 വർഷമേ KK ഉസ്താദ് കാന്തപുരത്ത് ദർസ് നടത്തിയിട്ടുള്ളൂ. ശേഷം താനൂർ ഇസ്ലാഹുൽ ഉലൂം മദ്രസയിലേക്ക് പോയി. പെട്ടെന്നുള്ള ആ പോക്കിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. കൊടുവള്ളിക്കടുത്ത കോരൂരിൽ രൂപം കൊണ്ട വ്യാജ ത്വരീക്കത്തുകാരായ പുത്തൻവീട് പ്രസ്ഥാനക്കാർ കാന്തപുരത്തെത്തി പള്ളിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതായിരുന്നു ഒരു കാരണം. പുത്തൻവീട്ടുകാരുടെ പ്രവർത്തന കേന്ദ്രം കോരൂർ ആയതുകൊണ്ട് കോരൂർ ത്വരീക്കത്ത് എന്നും നേതാവ് കോരൂർ ഷേഖ് എന്നുമാണ് അനുയായികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. വിചിത്രവും സംശയാസ്പദവുമായ പ്രവർത്തന രീതികളും ആചാരങ്ങളും വെച്ചു പുലർത്തിയിരുന്നവരായിരുന്നു ഇക്കൂട്ടർ. കൊടുവള്ളി കരുവമ്പൊയിലിൽ താമസിച്ചിരുന്ന നക്ഷബന്ദി ത്വരീക്കത്തിൻ്റെ പിന്തുടർച്ചക്കാരായിരുന്ന ഷേഖ് പോക്കുവലിയുല്ലാഹിയുടെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന അത്തോളി പറമ്പത്തുകാരനായ അഹമ്മദ് കുട്ടിയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ. ആദ്യകാലത്ത് ഗുരുവിനെ പിന്തുടർന്ന അഹമ്മദ് കുട്ടി പിന്നീട് കൊടുവള്ളി കാവിലുമ്മാരത്തെ പുത്തൻവീട്ടിൽ താമസിച്ച് 1910 ഷെയ്ഖായി സ്വയം പ്രഖ്യാപിച്ചു. ഇസ്ലാമിൻ്റെ മൂലപ്രമാണങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ വിശ്വാസാചാരങ്ങൾ
പുലർത്തിപ്പോന്ന പുത്തൻ വീട്ടുകാർക്കെതിരെ വരക്കൽ മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കോയ ഷാരിയാത്തിയും ചേർന്ന് വെണ്ണക്കോട്ട് സംഘടിപ്പിച്ച സഭയിലാണ് ആദ്യമായി പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചത്. ഈ സഭയിലേക്ക് പുത്തൻ വീട്ടുകാരെയും ക്ഷണിക്കുകയും അവരുടെ നിലപാടുകൾ എന്താണെന്ന് പൊതുജന സമക്ഷം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് മുസ്ലിങ്ങൾ ഈ പ്രസ്ഥാനത്തോട് അകലം പാലിക്കണമെന്ന് സുന്നി പണ്ഡിതന്മാർ ആവശ്യപ്പെട്ടത്. നിസ്കാരം, ഹജ്ജ് തുടങ്ങിയ പല കാര്യങ്ങളിലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളുടെ ഇക്കൂട്ടർക്ക് എതിർപ്പായിരുന്നു. വെല്യാപ്പിച്ചി എന്നായിരുന്നു നേതാവിനെ അനുയായികൾ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ വീടാണ് കഅബ. ഹജ്ജ് ചെയ്യാൻ വെല്യാപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയാൽ മതി, അനുയായികൾ വെല്യാപ്പച്ചിക്ക് സ്വത്ത് കൊടുക്കണം എന്നിങ്ങനെ വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തുന്ന പുത്തൻ വീട്ടുകാരെ ഇസ്ലാമിന് പുറത്തെ മറ്റൊരു സമുദായമായാണ് മുസ്ലിങ്ങൾ പരിഗണിച്ചു പോകുന്നത്. അഹമ്മദ് കുട്ടിയുടെ മരണശേഷം കോഴിക്കോട്ടുകാരനായ മരുമകനായിരുന്നു നേതാവ്. ഈ ത്വരീക്കത്തിലെ ഇസ്ലാമിക വിരുദ്ധത എന്തെന്ന് വിശദീകരിച്ചുകൊണ്ട് കോളിക്കലിൽ ഒരു സമ്മേളനം നടന്നു. പൂനൂർ, കൊടുവള്ളി ഭാഗങ്ങളിലെ പണ്ഡിതന്മാരെയും മുഅല്ലിമീങ്ങളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആളുകളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതരാക്കാൻ വേണ്ടിയായിരുന്നു ഈ സമ്മേളനം. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, പോക്കർകുട്ടി മുസ്ലിയാർ, മലയമ്മ അബൂബക്കർ മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ, CH അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവർക്ക് പുറമെ KK ഉസ്താദും ആ സമ്മേളനത്തിൽ ക്ലാസ് എടുത്തു. തുടക്കം മുതൽ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വ്യാപകമായ പിന്തുണ കോരൂർക്കാർക്ക് ലഭിച്ചിരുന്നു. പ്രാദേശിക മുസ്ലിം മഹല്ലുകളുമായുള്ള നിയമ വ്യവഹാരങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തും പിന്നീടും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച സഹായങ്ങളാണ് ചുരുക്കം സ്ഥലങ്ങളിലാണെങ്കിലും ഇക്കൂട്ടർക്ക് വളരാനുള്ള വഴിയൊരുക്കിയത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പഞ്ചാബിലെ ഖാദിയാനിൽ മീർസ ഗുലാം അഹമ്മദിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ പിന്തുണയോടെ രൂപം കൊണ്ട അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ അനുയായികളുമായി എനിക്ക് നിരവധി സ്ഥലങ്ങളിൽ ആശയ സംവാദം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിനുവേണ്ടി അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പല സ്രോതസ്സുകളിൽ നിന്നായി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഖാദിയാനികൾക്കും പുത്തൻ വീട്ടുകാർക്കും സമാനമായ ചില ഉത്ഭവ പ്രവർത്തന പശ്ചാത്തലമാണ് ഉള്ളതെന്നാണ്. അഹമ്മദിയ പ്രസ്ഥാനത്തിന് സമാനമായൊരു മുന്നേറ്റമായി തെക്കേ ഇന്ത്യയിൽ പുത്തൻ വീട്ടുകാരെ വളർത്തിയെടുക്കാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം സംശയിക്കാൻ. ഉദ്യോഗസ്ഥ ലോബികൾക്കിടയിലായിരുന്ന സ്വാധീനം നിമിത്തം ഇവരുടെ അതിക്രമങ്ങളിൽ പരിക്കേറ്റ് ചികിത്സ തേടിയെത്തിയവർക്ക് ഒരു കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം നിലനിന്നിരുന്നുവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിശ്വസനീയമായി തോന്നിയേക്കാം. കോരൂർക്കാരുടെ സ്വാധീന കേന്ദ്രമായിരുന്ന വയനാട്ടിലെ പുത്തൻകുന്നിൽ പ്രസംഗിക്കാൻ പോയ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരെ ആസിഡ് ബൾബ് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം പ്രസിദ്ധമാണ്. വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സംഘടിപ്പിച്ച് സുന്നി എംപ്ലോയീസ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കാൻ SYSനെ അടിയന്തരമായി പ്രേരിപ്പിച്ച സാഹചര്യം ഇതായിരുന്നു. കൊടുവള്ളി കിഴക്കോത്ത് പ്രദേശത്തുകാരുമായുള്ള ചില വിവാഹ ബന്ധങ്ങളിലൂടെ 1955 പുത്തൻ വീട്ടുകാർ കാന്തപുരത്ത് എത്തുന്നത്. കാന്തപുരത്തെ മഹല്ല് കാരണവന്മാരിൽ ചിലരും അതിലകപ്പെട്ടു. പള്ളിയുടെ മുതവല്ലിയായിരുന്ന കളത്തിൽ സെയ്ദു ഹാജി പുത്തൻ വീട്ടുകാർക്കൊപ്പം കൂടിയതോടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയിൽ അവർ അവകാശമുന്നയിച്ചു. ആ പള്ളിയിലായിരുന്നു ഞങ്ങളുടെ ദർസ് നടന്നിരുന്നത്. ഒരു റമദാൻ 15-ന് 40ഓളം പേർ സംഘടിച്ചു വന്ന് ജുമാ നേതൃത്വം ബലമായി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇത് നാട്ടിൽ വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെച്ചത്. വിശ്വാസം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ പുത്തൻ വീട്ടുകാർക്കൊപ്പം ജുമാ നിസ്കരിക്കാൻ ആളുകൾ വിസമ്മതിച്ചു. മുതവല്ലി പുത്തൻ വീട്ടുകാരൻ ആയതിനാൽ പള്ളിയിൽ അവർക്കൊരു മേൽക്കൈ കിട്ടുകയും ചെയ്തു. അവേലത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച മദ്രസയുടെ പരിസരത്ത് ഓലവിരിച്ചാണ് അന്ന് ജുമാ നടന്നത്. ജുമാ ഒഴികെയുള്ള നിസ്കാരങ്ങളിൽ പുത്തൻ വീട്ടുകാർ പങ്കെടുക്കാത്തതിനാൽ മറ്റു നിസ്കാരങ്ങൾ പള്ളിയിൽ പതിവ് പോലെ നടന്നെങ്കിലും ആഴ്ചകളോളം മദ്രസയുടെ മുറ്റത്താണ് ജുമാ നടത്തിയത്. പള്ളിയുടെ ഉടമസ്ഥാവകാശ തർക്കം പിന്നീട് കേസായി. കേസ് തീർപ്പാക്കുന്നതുവരെ കാത്തുനിൽക്കാനും
അതുവരേക്കും താൽക്കാലിക ഷെഡ് കെട്ടി നിസ്കരിക്കാനും പൂനൂർ ഖാദി കുഞ്ഞിബ്രാഹിം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ യോഗം തീരുമാനിച്ചു. പുത്തൻ വീട്ടുകാരെ ആരാധനയിൽ നിന്ന് വിലക്കരുത് എന്നായിരുന്നു കോടതി വിധി. പുത്തൻ വീട്ടുകാരോടൊപ്പം പള്ളി പങ്കിടേണ്ട എന്നതായിരുന്നു നാട്ടുകാരുടെ തീരുമാനം. അതോടെ പുതിയ പള്ളി നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചനകൾ വന്നു. അതിനാവശ്യമായ സ്ഥലം തരാമെന്ന് അവയിലത്തെ വലിയ തങ്ങൾ ഏറ്റു. എന്നാൽ ആ സ്ഥലത്ത് പള്ളി നിർമ്മിക്കുന്നതിനെ ചിലർ എതിർത്തു. നാട്ടിലെ പ്രമാണിമാരിൽ നിന്ന് അവയിലത്തെ സാദാത്യങ്ങളിലേക്ക് നേതൃത്വം നീങ്ങിയത് ഭയപ്പെട്ടവരായിരുന്നു ഈ തർക്കം ഉന്നയിച്ചത്. മതബോധമില്ലാത്ത പ്രമാണിമാരുടെ കീഴിൽ പള്ളി നിലനിർത്തിയതിൻ്റെ ദുരന്തമായിരുന്നല്ലോ കാന്തപുരത്തുകാർ അനുഭവിച്ചത്. അത്തരമൊരവസ്ഥ ഇനിയുണ്ടാവരുതെന്നായിരുന്നു അവയിലത്തെ തങ്ങളുടെ നിലപാട്. അങ്ങനെയെങ്കിൽ വലിയ തങ്ങൾ നൽകിയ സ്ഥലത്ത് പള്ളി തറയിടാമെന്നും, പക്ഷേ പുതിയ പള്ളിയുടെ ഒരു കാലെങ്കിലും പഴയ പള്ളിപ്പറമ്പിൽ വേണമെന്നുമായിരുന്നു ഇക്കൂട്ടർ. പഴയ പള്ളിയുടെ മുത്തവല്ലി പുത്തൻ വീട്ടുകാരൻ ആണെന്നുകൂടി ഓർക്കണം. ഒടുവിൽ വോട്ടിനിട്ട് പാസാക്കാം എന്ന് തീരുമാനിച്ചു. 12 പേരൊഴികെ നാട്ടുകാർ മുഴുവനും അവയിലത്തെ വലിയ തങ്ങളുടെ തീരുമാനത്തിനൊപ്പം നിന്നു. പള്ളിയുടെ പണി ദ്രുതഗതിയിൽ പൂർത്തിയാക്കി. പിന്നീട് അതായി കാന്തപുരത്തെ മഹല്ല് പള്ളി. കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിലായിരുന്നു ജുമാ ആരംഭിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ ദർസും അവിടെ പുനഃസ്ഥാപിച്ചു. അപ്പോഴേക്കും പഴയ പള്ളി പൂർണ്ണമായും പുത്തൻ വീട്ടുകാർ കൈയടക്കി. വർഷങ്ങൾക്ക് ശേഷം പുത്തൻ വീട്ടുകാർ എണ്ണത്തിൽ ശുഷ്കമാവുകയും ഉള്ളവരിൽ ചിലർ മസ്ജിദുൽ ഹറാം എന്നാൽ പള്ളി ഹറാമാണ് എന്നൊക്കെയുള്ള വിചിത്ര വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ അവരുടെ പള്ളിയിലും ആളുകൾ കുറഞ്ഞു വന്നു. അത് പിന്നീട് വലിയ പള്ളി തന്നെ അനാഥമാവുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു. അവയിലത്തെ തങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ച ആളുകളായി പിന്നീട് ആ പള്ളിയുടെ നടത്തിപ്പുകാർ. പുത്തൻ വീട്ടുകാരുടെ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയതൊന്നും സുന്നികൾക്ക് വേണ്ട എന്നതായിരുന്നു അപ്പോഴും അവയിലത്തെ തങ്ങളുടെയും കാന്തപുരത്തുകാരുടെയും നിലപാട്.